കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ വീണ്ടും സംഘർഷ അന്തരീക്ഷം തുടരുകയാണ്. അല്പം മുമ്പ് എസ്എഫ്ഐയുടെ പ്രതിഷേധ പ്രകടനത്തിനിടയിൽ എബിവിപിയുടെ പ്ലക്കാർഡുകൾ മാറ്റാൻ ശ്രമിച്ചു, കീറിക്കളയാൻ ശ്രമിച്ചു. അതിനിടയിൽ ഉന്തും തള്ളും കയ്യാങ്കളിയും ഉണ്ടായി. പോലീസ് ഇടപെട്ടാണ് സ്ഥിതി ശാന്തമാക്കിയത്. വീണ്ടും കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ സംഘർഷാന്തരീക്ഷം രൂപപ്പെടുകയാണ്. എസ്എഫ്ഐ പ്രവർത്തകർ ഒരു ഭാഗത്തും എബിവിപി പ്രവർത്തകർ മറുഭാഗത്തുമുണ്ട്. ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകാനുള്ള സാധ്യതയുണ്ട് എന്ന് നേരത്തെ സാരംഗ് വിവരങ്ങൾ നൽകിയിരുന്നു. ഇപ്പോൾ കൂടുതൽ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം നമ്മൾ കാണുകയാണ്. സാരംഗ് കൂടുതൽ വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തെത്തുകയാണോ? അതെ രതീഷ്, ഇപ്പോൾ കൂടുതൽ പ്രതിഷേധങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ എസ്എഫ്ഐ നേതാക്കളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്ത് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ പ്രതിഷേധം അവസാനിപ്പിച്ച ക്യാമ്പസിനകത്തേക്ക് മടങ്ങുന്നതിന് എസ്എഫ്ഐ പ്രവർത്തകർ മടങ്ങിയതിന് ഇടയിലാണ് ഇത്തരത്തിൽ വീണ്ടും എസ്എഫ്ഐ എബിവിപി പ്രവർത്തകർ തമ്മിലടിക്കുമെന്നൊരു സാഹചര്യം വന്നതോടുകൂടിയാണ് പോലീസിന് ചെറിയ തോതിലെങ്കിൽ ലാത്തി വീശേണ്ടി വന്നത്. ഇപ്പോൾ എസ്എഫ്ഐ നേതാക്കളെ ക്യാമ്പസിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. മാഗസിൻ പ്രകാശനം നടത്തുന്നത് നമ്മുടെ സ്റ്റുഡന്റ് എഡിറ്ററാണ് ഇവന്. ഇപ്പൊ ഞങ്ങൾ മാഗസിൻ പ്രകാശനം നടത്തേണ്ട സമയമായിരുന്നു. ഇപ്പോൾ 10:30 മാഗസിൻ പ്രകാശനം പറഞ്ഞിട്ടുണ്ടായത്. ഇവരിപ്പോ എന്താ കാണിക്കുന്നത് മനസ്സിലാകുന്നില്ല. അവർക്ക് കൂട്ടി നിൽക്കുന്ന പോലെ ഉണ്ട് ഇപ്പൊ കണ്ടിട്ട്. ഇത്തരത്തിലുള്ള മാഗസിൻ ഇപ്പൊ ബസ്സിൽ വണ്ടിയിൽ കേട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇപ്പൊ മാഗസിൻ പ്രകാശനം 10:30 പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരെ നമ്മുടെ സ്റ്റുഡന്റ് എഡിറ്ററാണ്. എസ്എഫ്ഐയുടെ മേലിൽ നിന്നിട്ട് യൂണിയനായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥിയാണ്. സ്റ്റുഡന്റ് എഡിറ്ററിന്റെ എസ്എഫ്ഐയുടെ യൂണിറ്റ് സെക്രട്ടറിയും കൂടെയാണ്. പോലീസിന്റെ നടപടി ഏകപക്ഷീയമാണ്. അത് ഇത്തരത്തിലുള്ള പരിപാടി ഇവിടെ MSF പോലുള്ള മറ്റു സംഘടനകളെ ഏറ്റെടുത്ത് നടക്കുന്ന നാട്ടില്ലേ. അതുപോലെ നിൽക്കുമ്പോൾ നമ്മുടെ എസ്എഫ്ഐയുടെ സെക്രട്ടറി എടുത്തിട്ട് പോകേണ്ട ആവശ്യം. പോലീസ് അവരുടെ അവര് വെച്ചിട്ടുണ്ടായിരുന്ന മറ്റേ ഇതുണ്ടായല്ലോ, പോസ്റ്റർ എടുത്ത് ചാടുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെതിരാന്ന് തോന്നുന്നു. കാസർഗോഡ് ഗവൺമെന്റ് കോളേജിലാണ് സംഘർഷാന്തരീക്ഷം ഉണ്ടായത്. പോലീസ് ചെറിയ തോതിൽ ലാത്തി വീശി ക്യാമ്പസിന് ഉള്ളിൽ എന്താണ് മനസ്സിലാകുന്നത്. എസ്എഫ്ഐയുടെ യൂണിറ്റ് സെക്രട്ടറിയും സ്റ്റുഡന്റ് എഡിറ്ററുമായ വിദ്യാർത്ഥിയെ ഇപ്പോൾ കസ്റ്റഡിയിലെടുക്കുകയാണ്. അതിലുള്ള പ്രതിഷേധം എസ്എഫ്ഐ പ്രവർത്തകർ പങ്കുവയ്ക്കുകയാണ്. അതേസമയം കൂടുതൽ സംഘടന MSF ഉൾപ്പെടെയുള്ള കൂടുതൽ സംഘടനകൾ, വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്ത് വരികയാണ്. ഒരു സംഘർഷ സാഹചര്യം, അന്തരീക്ഷം ഇപ്പോഴും തുടരുകയാണ് കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ.